ബേസിക്കലി മിലിറ്ററി ബാൻഡിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, സ്പെഷ്യലി നേവി ബാൻഡിലല്ല, ആർമി ബാൻഡിലാണോ എയർഫോഴ്സ് ബാൻഡിലാണെങ്കിലും നമ്മൾ ബേസിക്കലി ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് മീൻസ് ബ്രാസ് ഇൻസ്ട്രുമെൻ്റ് ആകാം, വുഡ്വിൻ ഇൻസ്ട്രുമെൻ്റ് ആകാം, പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആകാം, പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഗിറ്റാർ വായിച്ചും നമുക്ക്, അതായത് ഒരു പ്രൊഫഷണൽ ഇൻസ്ട്രുമെൻ്റ് നന്നായി പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിൽ നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന രീതിയിൽ ഓൾഡൻ ടൈമിലെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് അറിവുണ്ടെങ്കിലും കുറച്ച് ടാലൻ്റ് ആണെങ്കിൽ കയറിപ്പോകാം. ഇപ്പോൾ ഉള്ള റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുമ്പം വളരെയധികം നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന തലത്തിലുള്ള ആ ടാലൻ്റ് ഉള്ള ആൾക്കാരായിരിക്കും അവിടെ ഓരോന്നിനും സ്ക്രീനിങ് ടെസ്റ്റിന് പോലും വരുന്നത്. അപ്പോൾ ആർമിയിൽ, നേവിയിൽ, എയർഫോഴ്സിലൊക്കെ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് പഠിച്ചിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത് ഓറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഓറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിയാനോയിൽ അവർ ഒരു നോട്ട് പറയും, നമ്മൾ സ്വരസ്ഥാനം അതുമായിട്ട് ചേർക്കുക. അതാണ് ഓറൽ ടെസ്റ്റും വളരെ കമ്പൾസറി ആയിട്ട് അവർ നോക്കുന്നുണ്ട്. ഓറൽ ടെസ്റ്റ് പ്ലസ് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളേജ്. അതിലുപരിയായിട്ട് നമുക്ക് ഈ ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നത് പോലത്തെ അവിടുത്തെ ഡിഗ്രിയോ, ട്രിനിറ്റി കോളേജിൻ്റെ ഡിഗ്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4, ഗ്രേഡ് 8 വരെയുള്ള പിള്ളേരാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കുറച്ച് പ്രയോറിറ്റി കൂടുതലായി കിട്ടും. ഇപ്പോൾ ഈ നേവി, ആർമി, എയർഫോഴ്സ് അല്ലാതെ ഉണ്ട് വിൻഡ് ഇൻസ്ട്രുമെൻ്റ്, അതായത് ബ്ലോയിങ് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങൾ, അതായത് UAE പോലെയുള്ള സ്ഥലങ്ങളിൽ ബഹ്റൈൻ പോലീസിൽ നമ്മുടെ ഇന്ത്യൻസിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഷാർജ പോലീസിൽ എടുക്കുന്നുണ്ട്, ഖത്തർ പോലീസിലും ഖത്തർ ആർമി, ഖത്തറിലൊക്കെ അവർ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് വരും തലമുറയോട്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ തലമുറയോട് പറയാനുള്ളത്, എല്ലാവരും ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബിടെക്കോ മറ്റുള്ളതൊക്കെ പഠിക്കുക നല്ലതാണ്. ഈ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നത്, മ്യൂസിക് എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്, നമുക്ക് ഒരു റിലാക്സ് തരുന്നതാണ്. മ്യൂസിക് എല്ലാ കുടുംബത്തിലും എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനിലാണെങ്കിൽ ഒരു ആശ്വാസം തരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ മ്യൂസിക് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ, വരും തലമുറ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യം ബോയ്സിന് മാത്രമേ നേവിയിലും ആർമിയിലൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലുമൊക്കെ പെൺകുട്ടികളെയും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ പഠിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നത്.